നമസ്കാരം. മന്ത്രിസഭാ പുനഃസംഘടനയ്ക്കെതിരെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ രംഗത്ത്. ഉമ്മൻചാണ്ടിയെ അപകീർത്തിപ്പെടുത്തിയതിൽ വലിയ പങ്കാളിയാണ് ഗണേഷ്. ഈ തീരുമാനത്തിൽ നിന്നും ഇടതുമുന്നണി പിന്മാറണം. മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ UDF ബഹിഷ്കരിക്കും. ഉമ്മൻചാണ്ടിക്കെതിരായ ഗൂഢാലോചനയിൽ പ്രധാന പങ്കാളിയാണ് ഗണേഷ് എന്നും അദ്ദേഹം പറഞ്ഞു. നവകേരള സദസ്സ് തലസ്ഥാനത്തെത്തിയപ്പോൾ മുഖ്യമന്ത്രി പരിഹാസ്യനായി നിൽക്കുന്നു. നവകേരള സദസ്സ് കൊണ്ട് സാധാരണക്കാരൻ്റെ ദുരിതം മാറ്റാൻ സർക്കാരിന് കഴിഞ്ഞോ എന്നും സതീശൻ ചോദിച്ചു. നവകേരള സദസ്സിൽ നടന്നത് തെരഞ്ഞെടുപ്പ് പ്രചാരണമാണ്. മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളുടെ യുക്തിബോധത്തെ ചോദ്യം ചെയ്യുകയാണ്. UDF ഇന്നലെ ഹർത്താൽ നടത്താൻ ആലോചിച്ചിരുന്നില്ല. മുഖ്യമന്ത്രിക്ക് ഈ വിവരം എങ്ങനെ കിട്ടിയെന്നറിയില്ല. കേരളത്തിലെ പോലീസ് ഏറ്റവും പരിതാപകരമായ നിലയിലാണ്. തുടർ സമരങ്ങൾ KPCC പ്രസിഡന്റ് പ്രഖ്യാപിക്കും. കോൺഗ്രസ് നേതാക്കന്മാരെ പോലും കൊല്ലാൻ നോക്കിയ സർക്കാരാണിത്. പോലീസ് DYFI മർദ്ദനത്തിനെതിരെ സ്വകാര്യ അന്യായങ്ങൾ ഫയൽ ചെയ്യും. ഗൺമാനെ രക്ഷിക്കാനാണ് ജാമ്യമുള്ള വകുപ്പുകൾ മാത്രം ചുമത്തിയത്. മനുഷ്യാവകാശ കമ്മീഷനെയും പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിയും സമീപിക്കും. DGP ഓഫീസ് മാർച്ചിന്റെ സ്റ്റേജിന്റെ മുകളിലാണ് ഗ്രനേഡ് പൊട്ടിയത്. മനഃപൂർവ്വം അപായപ്പെടുത്താനുള്ള ശ്രമം നടന്നു. നവകേരള സദസ്സ് പരാജയപ്പെട്ടപ്പോൾ ഞങ്ങളെ കൊല്ലാൻ നോക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു.